പ്രമേഹം എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് വരുന്ന ഒരു അസുഖമല്ല. ഇത് കാലക്രമേണയായിട്ട് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഈ ഡയബറ്റിസ് മെലിറ്റസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഹലോ, ഞാൻ ഡോക്ടർ ജസീറ, ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ, കാലിക്കറ്റ്. ചെറുപ്പം മുതലേ നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മുടെ ആഹാര രീതികളാണ് ഭാവിയിൽ ഒരാളെ പ്രമേഹ രോഗിയായിട്ട് മാറ്റുന്നത്. നമ്മുടെ ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള അന്നജം നമ്മുടെ ശരീരം വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഈ ഗ്ലൂക്കോസ് നമ്മുടെ ഓരോ കോശങ്ങൾക്കും വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഇവിടെ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ഒരു ആവശ്യകത ഫുൾഫിൽ ചെയ്യുന്നത്. ഈ ഇൻസുലിൻ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുകയോ ചെയ്യുന്ന ഒരവസ്ഥ, അതുമല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരാൾ പ്രമേഹ രോഗിയായിട്ട് മാറുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള പ്രമേഹ രോഗങ്ങളുണ്ട് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്. ഇതിന് ജുവനൈൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും. കുട്ടികളിലാണ് ഈ ഒരു കണ്ടീഷൻ കാണാറുള്ളത്. കുട്ടി ജനിക്കുമ്പം തന്നെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാക്കുന്നത്. ഈ കുട്ടികളിലാണെങ്കിലും വളരെ റയറായിട്ട് മുതിർന്നവരിലും ഈ ഒരു അവസ്ഥ, അതായത് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് കണ്ടുവരുന്നുണ്ട്. പിന്നീടുള്ളത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന പ്രമേഹ രോഗം. ഇതാണ് വളരെ ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് എല്ലാവരിലും കാണാറുള്ളത്. പിന്നെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ജനിതകപരമായിട്ട് വരുന്ന, അതായത് ഹെറിഡിറ്ററി ആയിട്ട് ഇപ്പോൾ ഫാമിലിയിൽ നമ്മുടെ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ അത് അടുത്ത ജനറേഷനിലേക്ക് പാസ്സാവാനുള്ള സാധ്യതയുണ്ട്. നാലാമതായിട്ട് വരുന്നതാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. അതായത് ഒരു സ്ത്രീക്ക് ഗർഭകാലത്താണ് ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് വരുന്നത്. അത് ഡെലിവറിയോട് കൂടിയിട്ട് തന്നെ ക്യൂറായി പോകുന്നതാണ് കാണാറുള്ളത്. ഈ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൻ്റെയും ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസിൻ്റെയും ഇടയിൽ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഏത് പ്രമേഹ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ക്ഷീണമാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്ഷീണം വരുന്നതോടുകൂടി തനിക്കിത് പ്രമേഹ രോഗമാണ് അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണമാണ് ഇത് എന്ന് ആരും നോട്ടീസ് ചെയ്യാറില്ല. ഇത് മറ്റെന്തെങ്കിലും കാരണങ്ങളുടെ രക്തക്കുറവ്, അതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം എന്ന് കരുതി അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ദാഹമാണ്. എത്ര വെള്ളം കുടിച്ചാലും വല്ലാണ്ട് വരൾച്ച അനുഭവപ്പെടുന്ന ഒരവസ്ഥ. വായിലും തൊണ്ടയിലും എപ്പോഴും ഡ്രൈനെസ് ഫീൽ ചെയ്യാം. ഇപ്പം ആളുകളുടെ ഇടയിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം മാറുന്നില്ല, വീണ്ടും വെള്ളം കുടിക്കാൻ തോന്നുക. അപ്പോൾ മറ്റാൾ പറയും, നിനക്ക് ഷുഗർ ഉണ്ടാവും. അത് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം. പിന്നെ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരുപാട് പ്രൊഫ്യൂസ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടിക്കടി മൂത്രം ഒഴിക്കാൻ മുട്ടുക, അതുപോലെ മൂത്രം ഒഴിക്കുമ്പോൾ വളരെ അധികമായിട്ട് മൂത്രം പോയി പോകുന്ന ഒരവസ്ഥ. നാലാമത്തെ സിംറ്റം എന്ന് പറയുന്നത് വിശപ്പാണ്. എത്ര ഭക്ഷണം കഴിച്ചാലും ദഹനത്തിനുള്ള സമയം കൊടുക്കാതെ വീണ്ടും വിശക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരിക. ഇതാണ് ഇതിൻ്റെ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മരുന്ന് എന്നതിലുപരി നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഈ പ്രമേഹ രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മുടെ ജീവിതശൈലി കാരണം നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു വ്യായാമം, അതുപോലെ ചിട്ടയായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പ്രമേഹ രോഗത്തെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കാൻ സാധിക്കും. തുടക്കത്തിലേ തന്നെ ഇത് കണ്ടെത്തി ഡോക്ടറെ സമീപിച്ച് മരുന്ന് കഴിക്കുക എന്നതിലുപരി ഇത് മുൻകൂട്ടി കണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, ഡെയിലി അരമണിക്കൂർ നടക്കുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക, സ്റ്റെയർസ് കയറുക, അതുപോലെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഇതുപോലുള്ള എക്സസൈസസ് നമ്മൾ ഡെയിലി റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം ഭക്ഷണ രീതിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കൂടുതൽ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക. ചോറ് മാത്രമല്ല, ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങൾ, അത് ചപ്പാത്തി, പൂരി, അതുപോലെയുള്ള ഭക്ഷണങ്ങൾ, ഓട്സ്, ഇവയെല്ലാം തന്നെ പ്രമേഹ രോഗത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ്. അതുപോലെ സ്വാഭാവികമായിട്ടും ഷുഗർ, പ്രോസസ്ഡ് ഷുഗർ, ടിൻഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ജങ്ക് ഫുഡ്സ്, ഇതെല്ലാം തന്നെ പ്രമേഹ രോഗത്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്.
അപ്പം ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണം ലൈഫിലേക്ക് കൊണ്ടുവന്ന് പ്രധാനമായിട്ടും ഡെയിലി 2 നേരം മാത്രം മുഖ്യ ആഹാരം കഴിക്കുന്ന രീതിയിലുള്ള ഒരു ചിട്ട കൊണ്ടുവരിക. അതിനിടയിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാം. എന്നാൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെ ധാരാളമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഷുഗർ അടങ്ങിയ ഫ്രൂട്ട്സ്, മാങ്ങ പോലെയുള്ള ഒരുപാട് മധുരമുള്ള പഴങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ റോബസ്റ്റ്, ഗ്രീൻ ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക. അതുപോലെ നട്ട്സ്, പ്രധാനമായിട്ടും വാൽനട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലുള്ള നട്ട്സ്, സീഡ്സ്, അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തി ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇതൊരു പ്രമേഹ രോഗം കണ്ടെത്തി അതിന് ശേഷം ചെയ്തു തുടങ്ങേണ്ട ഒരു കാര്യമല്ല. തുടക്കം മുതലേ, അതായത് കുട്ടിക്കാലം മുതലേ നമ്മൾ കുട്ടികളിൽ ഇത് ശീലിപ്പിച്ച് അവരുടെ അതിനെ ഒരു ഹാബിച്വലായിട്ട് അവരുടെ ഒരു പ്രോപ്പർ ഹെൽത്തി ഡയറ്റ് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പാരൻസ് എന്നെ സംബന്ധിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവർ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം ആ ഒരു കൺസേൺ അവരുടെ ലൈഫിൽ എപ്പോഴും അവർ ഉണ്ടാവും. കൂടുതലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്യാനും അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ്, ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി അവരിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ കണ്ടെത്തി ഈ പ്രമേഹ രോഗം വരാതെ ശ്രദ്ധിക്കുക. വന്നാൽ തന്നെ ചിട്ടയായിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്ത്, എക്സസൈസ് ഫോളോ ചെയ്ത് പൂർണ്ണമായിട്ടും ഭേദമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇതിന് പുറമെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ പ്രമേഹ രോഗത്തിനില്ല. കാരണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതോടൊപ്പമാണ് നമ്മൾ മെഡിസിൻ കഴിക്കുന്നതെങ്കിൽ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 1-2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഒരു പ്രയർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് പുറമെ നമ്മൾ ഒരുപാട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിത് ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ പ്രമേഹ രോഗികൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഇത് രക്തധമനികളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ രക്തധമനികൾ ഏതൊക്കെ അവയവങ്ങളിലാണോ ഉള്ളത്, അപ്പം ആ അവയവങ്ങളിലൊക്കെ ഇതിനെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും. അത് പ്രധാനമായിട്ടും നമ്മുടെ കിഡ്നി. നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഫിൽട്രേഷൻ നടക്കുന്നത് കിഡ്നിയിലാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് വേസ്റ്റ് പാർട്ടിക്കിൾസ് പുറത്തേക്ക് വിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രമേഹ രോഗം ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി വന്നിട്ട് കിഡ്നി അടിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കണ്ണിനെ ബാധിച്ചിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നിട്ട് കാഴ്ച ശക്തി നഷ്ടപ്പെടുന്ന കേസസും നമ്മൾ കാണാറുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഞരമ്പുകളെ ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്. അപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി വരികയും അതുവഴി ചെറിയ മുറിവുകൾ പോലും ഉണങ്ങാത്ത അവസ്ഥകളിലേക്ക് രോഗികൾ എത്തിപ്പെടും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ചുറ്റിൽ ഒരുപാട് ആളുകൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ചെറിയ മുറിവ് വന്ന് വിരൽ അതുപോലെ കാല് വരെ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വരെ എത്തിപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസിലേക്ക് ഒരിക്കലും നമ്മൾ പ്രമേഹ രോഗത്തെ ചെന്ന് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഡയറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഡയബറ്റീസിന് പുറമെ നമുക്ക് മറ്റ് പല അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും. ഒബേസിറ്റി, പൊണ്ണത്തടിയുള്ള ആളുകൾ ഈ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വെയിറ്റ് റിഡക്ഷന് സാധിക്കും. അതുവഴി മറ്റ് പല അസുഖങ്ങളിൽ നിന്നും അവർ ഓട്ടോമാറ്റിക്കായിട്ട് റിലീവ്ഡ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മെയിനായിട്ട് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ PCOD പോലെയുള്ള ഗർഭ സംബന്ധമായ അസുഖങ്ങൾ, പുരുഷന്മാരുടെ കേസ് പറയുകയാണെങ്കിൽ ഈ ഇജക്ഷൻ ഡിസ്ഫങ്ഷൻ പോലെയുള്ള എജാക്കുലേഷൻ ഡിസ്ഫങ്ഷൻ പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ റിലീവ്ഡ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഫാറ്റി ലിവർ, ഇപ്പോൾ വളരെ ജനറൽ ആയിട്ട് ആളുകൾ ഫാൻസി ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ അല്ലേ. അപ്പം ഒരു 100 പേരെടുത്ത് നോക്കിയാൽ അതിൽ 80% ആളുകൾക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഫാറ്റി ലിവർ കാണാറുണ്ട്. അത് 4 ടൈപ്പ് ഫാറ്റി ലിവറുകളുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ഇതിൽ ടൈപ്പ് 1, ടൈപ്പ് 2 ആകുമ്പോഴാണ് കൂടുതലും ആളുകൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരിക്കലും ഡോക്ടേഴ്സ് ഇതിനൊരു മെഡിസിൻസ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. യൂഷ്വലി പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക, വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക, ഫാറ്റി ഫുഡ്സ് ഒഴിവാക്കുക, ഫൈബർ റിച്ച് ഫുഡ് കഴിക്കുക, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, ഇങ്ങനെയുള്ള അതായത് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് ഇനീഷ്യലി സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ ആ ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം ഉണ്ടാവുന്നതാണ്.
അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് നിർബന്ധമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള ഡയറ്റും എക്സസൈസും എല്ലാവരും ആദ്യം മുതലേ, അതായത് രോഗം വരുന്ന ഒരവസ്ഥ എത്തുന്നതിന് മുമ്പ് തന്നെ ഫോളോ ചെയ്യുക. അപ്പം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.